മക്കളെ നമ്മൾ മാറ്റർ ഇൻ അവർ സറൗണ്ടിങ്സ് എന്ന് പറയുന്ന കെമിസ്ട്രി ടോപ്പിക് ആയിരുന്നു ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ അതിനകത്ത് മാറ്റർ എന്താന്ന് പഠിച്ചല്ലേ, മാറ്ററിന്റെ ഒരു ഡെഫിനിഷൻ പോലെയൊക്കെ പഠിച്ചു. എന്തായിരുന്നു മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, മാറ്റർ can be defined as something which occupies in space and has a definite mass. മാസ് ഉള്ള സ്പേസിൽ ഒക്യുപ്പൈ ചെയ്യാൻ പറ്റുന്ന എന്താണോ ഒരു സാധനം, അതിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്, മാറ്റർ എന്ന് വിളിച്ചു. അങ്ങനത്തെ ഒരു അതിനെ നമ്മൾ മാറ്റർ എന്ന പേരിട്ട് വിളിച്ചല്ലേ. ആൻഡ് നമ്മൾ മാറ്ററിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തു. ഫിസിക്കൽ സ്റ്റേറ്റ് 3 സ്റ്റേറ്റ്സ് ആയിട്ടാണ് പറഞ്ഞത്. ദേ ആർ സോളിഡ്സ്, ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ് അല്ലെ. ആൻഡ് നമ്മൾ മാറ്ററിന്റെ 2 ഫിസിക്കൽ നാച്ചർ പറഞ്ഞു. 2 ഫിസിക്കൽ നാച്ചർ എന്തായിരുന്നു? എല്ലാ മാറ്ററും ഉണ്ടാക്കിയിരിക്കുന്നത് കുറച്ച് പാർട്ടിക്കിൾസ് വെച്ചിട്ടാണെന്നും പറഞ്ഞു. ആൻഡ് ആ പാർട്ടിക്കിൾസ് വളരെ 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 ചെറുതാണെന്നും പഠിച്ചു അല്ലെ. ആ പാർട്ടിക്കിൾസ് ആർ വെരി ടൈനി എന്നും പഠിച്ചു. ആൻഡ് അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 2 എക്സ്പെരിമെന്റ്സ് പഠിച്ചല്ലേ. എന്തായിരുന്നു? വെള്ളത്തിന്റെ അകത്ത് ഷുഗർ ആഡ് ചെയ്യുന്നതാണ് മാറ്റർ, പാർട്ടിക്കിൾസ് കൊണ്ടാണെന്ന് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് കാണിക്കുന്ന ഒരു എക്സ്പെരിമെന്റും, ആൻഡ് ആ പാർട്ടിക്കിൾസ് വളരെ ടൈനി എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ വെള്ളത്തിനകത്തേക്ക് ഡിസോൾവ് ചെയ്തിട്ട് അതിന്റെ കളർ ചേഞ്ച് അല്ലെ, ലാസ്റ്റത്തെ ബീക്കറിൽ പോലെ ഒരു പിങ്ക് കളർ പെർസിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ എന്ത് മനസ്സിലാക്കി, ആ ഒരു 2 ക്രിസ്റ്റൽസിന് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, 3 എമൗണ്ട് ഓഫ് വാട്ടറിനെ കളർ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താ, ആ ആഡ് ചെയ്തിരിക്കുന്ന ക്രിസ്റ്റൽസ് എന്താ, വളരെ ചെറുതാണെങ്കിൽ പോലും അതിനകത്ത് മില്യൺസ് ഓഫ് എന്തുണ്ട് പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ ടൈനി പാർട്ടിക്കിൾസ് ഉണ്ട്. അതുകൊണ്ടല്ലേ അത്ര എമൗണ്ട് ഓഫ് വാട്ടറിനെ അത് കളർ ചെയ്തത് അല്ലെ. സോ അത്രയായിരുന്നു നമ്മൾ കഴിഞ്ഞ പാർട്ടില് പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത് അല്ലെ. ആൻഡ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മാറ്ററിന്റെ ഉണ്ടാക്കിയിരിക്കുന്ന പാർട്ടിക്കിൾസിന്റെ കുറച്ച് പ്രത്യേകതകളാണ്, കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ. മാറ്ററിലെ പാർട്ടിക്കിൾസിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ ഇനി നോക്കാൻ വേണ്ടി പോകുന്നത്. അതിന് ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത്, പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ഹാവ് സ്പേസ് ബിറ്റ്വീൻ ദം. മാറ്ററിന്റെ പാർട്ടിക്കിൾസിന്റെ ഇടയിൽ എന്തുണ്ടെന്നാ, കുറച്ച് സ്പേസ് ഉണ്ടെന്നാ പറയുന്നത്. ഒരു മാറ്ററിന്റെ കുറച്ച് പാർട്ടിക്കിൾസ് ഉണ്ടാവും മാറ്ററിന്റെ അകത്ത്, ആ മാറ്ററിന്റെ പാർട്ടിക്കിൾസിന്റെ ഇടയിൽ എന്തുണ്ടെന്നാ പഠിച്ചത്, സ്പേസ് ഉണ്ടെന്നാ പഠിച്ചല്ലേ. പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ഹാവ് സ്പേസ് ബിറ്റ്വീൻ ദം. ദ പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ആർ കണ്ടിന്യൂസ്ലി മൂവിങ്. അതാണ് രണ്ടാമത്തെ പോയിന്റ്. മാറ്ററിലെ പാർട്ടിക്കിൾസ് എന്താണ്, കണ്ടിന്യൂസ്ലി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് വിശ്രമമില്ലാതെ ഒരു മാറ്റർ എടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള പാർട്ടിക്കിൾസ് വിശ്രമമില്ലാതെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാ പറയുന്നത്, മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാ പറയുന്നത്. ഒരു മാറ്റർ എടുത്തു കഴിഞ്ഞാൽ ആ മാറ്ററിലെ പാർട്ടിക്കിൾസ് എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കണ്ടിന്യൂസ്ലി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് അല്ലേ. ആൻഡ് മൂന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ അട്രാക്ട് ഈച്ച് അതർ. അവരെന്ത് ചെയ്യുന്നുണ്ട് മക്കളെ, പരസ്പരം അട്രാക്ട് ചെയ്യുന്നുണ്ട്. അവർ മൂവ് ചെയ്യുന്നുണ്ട്, അവർ അട്രാക്ട് ചെയ്യുന്നുണ്ട്, അവരുടെ ഇടയിൽ എന്തുണ്ട്, സ്പേസും ഉണ്ട്. ഇതാണ് എന്ത് പറയുന്നത്, പാർട്ടിക്കിൾസിന്റെ 3 ക്യാരക്ടറിസ്റ്റിക്സ്. പാർട്ടിക്കിൾസ് വളരെ ടൈനി എന്ന് പറഞ്ഞല്ലേ. ആൻഡ് ആ ടൈനി പാർട്ടിക്കിൾസിന്റെ 3 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. അതിനകത്ത് ഒന്നെന്ന് പറയുന്നത്, the particles of matter have space between them. അവരുടെ ഇടയിൽ എന്തുണ്ടെന്ന് പഠിച്ചു, സ്പേസ് ഉണ്ടെന്ന് പഠിച്ചു. ആൻഡ് the particles of matter are continuously moving എന്ന് പഠിച്ചു. പാർട്ടിക്കിൾസ് എന്ത് ചെയ്യാണ് മക്കളെ, കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് the particles of matter attract each other. നമ്മൾ ഒരു മാറ്റർ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ട്. ആൻഡ് that particles ആർ അട്രാക്ടിങ് ഈച്ച് അതർ. അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എപ്പോഴും ഭയങ്കര സ്നേഹത്തിലാ. അവരെപ്പോഴും എന്ത് ചെയ്യും, ഒരു മാറ്ററിന്റെ അകത്തുള്ള പാർട്ടിക്കിൾസ് എപ്പോഴും ഭയങ്കര ഇഷ്ടത്തിലാ. അവര് എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കും, അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും. അവരുടെ ഇടയിൽ ചെറിയൊരു സ്പേസ് ഉണ്ടെങ്കിൽ പോലും എന്ത് ചെയ്യാണ് അവരെപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കും, അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും. ആ ഒരു 3 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പാർട്ടിക്കിൾസ് ഓഫ് മാറ്ററിനുള്ളത്. ഞാൻ പറഞ്ഞു നമ്മൾ കെമിസ്ട്രിയാണ് പഠിക്കുന്നത്. കെമിസ്ട്രിയിൽ എന്ത് വേണമെന്ന് പറഞ്ഞു, പ്രൂഫ് വേണമെന്ന് പറഞ്ഞു. സോ ഇതിനും നമുക്ക് എന്ത് വേണം മക്കളെ, പ്രൂഫ് വേണം. പ്രൂഫ് ഇതെങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും? ഞാൻ ചോദിക്കട്ടെ, പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ഹാവ് സ്പേസ് ബിറ്റ്വീൻ ദം. പാർട്ടിക്കിൾസ് ഓഫ് മാറ്ററിന്റെ ഇടയിൽ സ്പേസ് ഉണ്ടെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേക ഇനി ഒരു പ്രൂഫിന്റെ ആവശ്യമുണ്ടോ? നമ്മള് മാറ്റർ ഉണ്ടാക്കിയിരിക്കുന്നത് പാർട്ടിക്കിൾ കൊണ്ടാന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. എന്താ ചെയ്തത്?
100 ml ബീക്കറിന്റെ അകത്തേക്ക് കുറച്ച് വെള്ളം എടുത്തു. അതിൻ്റെ അകത്ത് വെള്ളത്തിന്റെ ലെവല് നമ്മൾ മാർക്ക് ചെയ്തു അല്ലെ. നമ്മൾ ആ ഒരു എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? എന്താ, മാറ്ററിന്റെ വെള്ളം എടുത്തു, വെള്ളത്തിനകത്തേക്ക് സോൾട്ട് അല്ലെങ്കിൽ ഷുഗർ ആഡ് ചെയ്തു, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, വാട്ടറിന്റെ ലെവലിൽ എന്ത് ചെയ്തിട്ടില്ല, ചേഞ്ച് ഒന്നും വന്നിട്ടില്ല അല്ലെ. വാട്ടറിന്റെ ലെവൽ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ആൻഡ് ഈ സോൾട്ടിന്റെ പാർട്ടിക്കിൾസ് എവിടെ പോയി ഒളിക്കുക ചെയ്തത് മക്കളെ? ഇതാ കാണുന്നില്ലേ നിങ്ങള്? സോൾട്ടിന്റെ പാർട്ടിക്കിൾസ് പോയിട്ട് വാട്ടറിന്റെ പാർട്ടിക്കിൾസിന്റെ ഇടയിലുള്ള സ്പേസിൽ കയറി ഒളിക്കുക ചെയ്തത് അല്ലെ. വാട്ടറിന്റെ പാർട്ടിക്കിൾസിന്റെ ഇടയിൽ എന്തുണ്ടായിരുന്നു? അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? വാട്ടർ പാർട്ടിക്കിൾസിന്റെ ഇടയിലുള്ള സ്പേസിലല്ലേ കയറിയിട്ട് സോൾട്ടിന്റെ പാർട്ടിക്കിൾ പോയിട്ട് ഹൈഡ് ചെയ്തതല്ലേ. സോ എന്ത് മനസ്സിലായി? ഈ വാട്ടറിന്റെ പാർട്ടിക്കിൾസിന്റെ ഇടയിൽ എന്തുണ്ട്? സ്പേസ് ഉണ്ട്. അതുകൊണ്ടല്ലേ ഷുഗർ അല്ലെങ്കിൽ സോൾട്ട് അതിന്റെ ഇടയിൽ കയറി ഒളിച്ചത്. അതുകൊണ്ടല്ലേ എന്ത് ചെയ്യാതിരുന്നത്? ഇതിന്റെ ലെവല് മാറാതിരുന്നത്. ലെവല് മാറിയിട്ടില്ലല്ലോ, വാട്ടറിന്റെ ലെവല് മാറിയിട്ടില്ലല്ലോ. എന്തുകൊണ്ടാ? വാട്ടറിന്റെ ഇടയിൽ ഒരു സ്പേസ് ഉണ്ടായിരുന്നു. ആൻഡ് ആ സ്പേസിന്റെ ഇടയിലാണ് സോൾട്ട് അല്ലെങ്കിൽ ഷുഗർ പോയിട്ട് hide ചെയ്തിരുന്നത്. This is because the particles of salt get into the space between the particles of water. പാർട്ടിക്കിൾസ് ഓഫ് വാട്ടറിന്റെ ഇടയിലുള്ള സ്പേസിൽ പോയിട്ട് ആരൊളിക്കുകയാണ്? ഷുഗറിന്റെ പാർട്ടിക്കിൾ അല്ലെങ്കിൽ സോൾട്ടിന്റെ പാർട്ടിക്കിൾ ഒളിക്കുകയാണ്. സോ ഹെൻസ് പ്രൂവ്ഡ് എന്നൊക്കെ പറയില്ലേ നമ്മള്? ഹെൻസ് പ്രൂവ്ഡ് അല്ലെ. അപ്പൊ നമുക്ക് അതിനുള്ള പ്രൂഫ് കിട്ടി. ദ പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ഹാവ് സ്പേസ് ബിറ്റ്വീൻ ദം. മാറ്ററിലെ പാർട്ടിക്കിൾസിന്റെ ഇടയിൽ സ്പേസ് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പൊ അതിന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു എക്സ്പെരിമെന്റ് ഒന്നും ചെയ്തില്ല. നമ്മൾ നേരത്തെ ചെയ്ത എക്സ്പെരിമെന്റ് ഒന്നും കൂടെ എന്ത് ചെയ്തു? റിപ്പീറ്റ് അടിച്ചു. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? സ്പേസ് ഉണ്ടെന്ന് മനസ്സിലായി. ആൻഡ് നമുക്ക് അടുത്തത് പ്രൂവ് ചെയ്യണം. എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ദ പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ആർ കണ്ടിന്യൂസ്ലി മൂവിങ്. മാറ്ററിലെ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യാണ്? കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യാണ്? മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. മാറ്ററിന്റെ പാർട്ടിക്കിൾസ് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യാണ്? മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ മാറ്ററിന്റെ അകത്തുള്ള പാർട്ടിക്കിൾസ് എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എയറൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടായിരിക്കും അല്ലെ. കാറ്റൊക്കെ വീശുമ്പം എന്ത് ചെയ്യുന്നുണ്ട്? മോളിക്യൂൾസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യുന്നുണ്ടെന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവുമായിരിക്കും അല്ലെ. സോ നമുക്ക് നോക്കാം, പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ആർ കണ്ടിന്യൂസ്ലി മൂവിങ് ആണോ നമുക്ക് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ടേക്ക് സം വാട്ടർ ഇൻ എ ബീക്കർ. നമ്മള് ഒരു ബീക്കറിന്റെ അകത്ത് കുറച്ച് വെള്ളം എടുത്തു. ആൻഡ് പുട്ട് എ ഡ്രോപ്പ് ഓഫ് ബ്ലൂ ഓർ റെഡ് ഇങ്ക്. നമുക്കിപ്പം ബ്ലൂ കളർ ആയിരുന്നു എന്റെ കയ്യിലുള്ളത്. ഞാൻ എന്ത് ചെയ്തു? ബ്ലൂ ഇങ്ക് എന്ത് ചെയ്തു? ഇതിനകത്തേക്ക് കുറച്ച് ബ്ലൂ ഇങ്ക് ഒഴിച്ചു. സ്ലോലി അലോങ് ദി സൈഡ്സ് ഓഫ് ദി ബീക്കർ. ഇതിനകത്ത് ബീക്കറിനകത്ത് കുറച്ച് വെള്ളം എടുത്തു. വെള്ളം കുറച്ച് നീല കളറോ അല്ലെങ്കിൽ പിങ്ക് കളറോ, നിങ്ങൾക്ക് ഏത് കളറാണോ നിങ്ങൾക്ക് കിട്ടുന്ന കളറ് നിങ്ങൾ കുറച്ച് ഇങ്ക് അതിന്റെ സൈഡിൽ കൂടെ എന്ത് ചെയ്യുക? ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടോ എന്ത് ചെയ്യുക? ലീവ് ഇറ്റ് undisturbed for few hours. നമ്മൾ ഒന്നും ചെയ്യരുത് അതിനെ. നമ്മൾ അതിനെ ഡിസ്റ്റർബ് ചെയ്യാനേ പാടില്ല. നമ്മള് അതിനെ തൊടാൻ പോലും പാടില്ല. നമ്മൾ സൈഡ്സ് കൂടെ ഈ വെള്ളം അനക്ക് പോലും ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യണം? ബീക്കറിന്റെ അകത്ത് കുറച്ച് വെള്ളം എടുക്കുക. അതിന്റെ സൈഡിൽ കൂടെ ബീക്കർ പോലും അറിയാതെ എന്ത് ചെയ്യുക? കുറച്ച് ഇങ്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ പിന്നെ അവിടേക്കൊന്നും പോകരുത്. നമ്മൾ അതിനെ അനക്കാൻ പോലും പാടില്ല. നമ്മൾ അതിനെ ഡിസ്റ്റർബ് ചെയ്യാനേ പാടില്ല. അത് അവിടെ ഇരുന്ന് സമാധാനത്തോടെ അവിടെ ഇരുന്നോട്ടെ. അതിനെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. നമ്മൾ അതിനെ ഒന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. നമുക്ക് തോന്നും ചിലപ്പം ഒരു സ്റ്റെർ ചെയ്തിക്കാനുള്ള ഒരു റോഡ് എടുത്തിട്ട് ഒന്ന് സ്റ്റെർ ചെയ്ത് കൊടുത്താലോ? ചെയ്യാൻ പാടില്ല. ഒന്നും ചെയ്യരുത്. പഞ്ചസാര നമ്മൾ എന്ത് ചെയ്തു? റോഡ് വെച്ചിട്ട് സ്റ്റെർ ചെയ്ത് കൊടുത്തു അല്ലെ. അതുപോലെ എന്ത് ചെയ്യാൻ പാടില്ല? ഇതിനെ സ്റ്റെർ ചെയ്യാൻ പാടില്ല. നമ്മൾ ഒന്നും ചെയ്യാൻ പാടില്ല. നമ്മൾ അതിനെ അൺഡിസ്റ്റർബ്ഡ് ആയിട്ട് വെക്കണം. കീപ് ഇറ്റ് ഡോർ അൺഡിസ്റ്റർബ്ഡ്. നമ്മള് ഡിസ്റ്റർബ് ചെയ്യാനേ പാടില്ല. നമ്മൾ കുറെ മണിക്കൂർ എന്ത് ചെയ്യുക? വെയിറ്റ് ചെയ്യുക. അതിനെ തന്നെ നമുക്ക് പോയിട്ട് നോക്കാം, അടുത്തൊക്കെ പോയി നോക്കാം. പക്ഷെ അതിനെ തൊട്ടിട്ട് ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. നമ്മൾ ഒബ്സർവ് ചെയ്യാൻ പോവാണ്. എന്ത് ചേഞ്ച് ആയിരിക്കും അതിന് നടക്കാൻ പോവാന്ന്. നമ്മൾ അതിന്റെ എക്സ്ട്രാ നമ്മുടെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെ ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല? അതിനെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. നമ്മൾ കുറച്ച് മണിക്കൂർ അത് കാത്തിക്കുക. ലീവ് ഇറ്റ് അൺഡിസ്റ്റർബ്ഡ് ഫോർ ഫ്യൂ hours. അപ്പൊ നിങ്ങൾക്ക് എന്താ അറിയോ മക്കളെ കാണാൻ പറ്റുക? എന്താ കാണാൻ പറ്റുന്ന അറിയോ? ഫസ്റ്റ് ഇങ്ക് ഇവിടെ ആയിരിക്കും ഉണ്ടാവുക. ഒരു മണിക്കൂർ കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞ് നോക്കുമ്പോൾ ഈ ഇങ്ക് ഇങ്ങനെ മെല്ലെ 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 കുറെ സമയം കഴിഞ്ഞപ്പം ഇത് ഫുൾ എന്തായി? ഇങ്കിന്റെ ഒരു യൂണിഫോം സൊല്യൂഷൻ പോലെ കിട്ടും. ഓക്കെ, നമ്മളൊന്നും ചെയ്തില്ല. ആരാ ചെയ്തത്?
ഇങ്ക് തന്നെ ചെയ്താണ് അല്ലെ, ഇങ്ക് തന്നെ ചെയ്തതാ. ഇങ്ക് ഇവിടുന്ന് ഇവിടെ വന്നു, ഇവിടെ വന്നു, ഇവിടെ വന്നു, ഇവിടെ വന്നു. ഒരു ത്രൂ ഔട്ട് യൂണിഫോമിറ്റി ഉള്ള ഒരു സൊല്യൂഷൻ ആയിട്ട് കിട്ടി. നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ അൺഡിസ്റ്റർബ്ഡ് ആയിട്ട് ആ ഇങ്കിനെ സ്പ്രെഡ് ചെയ്യാൻ അനുവദിച്ചു. വേറെ ഒന്നും നമ്മൾ ചെയ്തില്ല. ദ ഇങ്ക് സ്പ്രെഡ്സ് evenly throughout the water due to the movement of the particles of water and ink. അപ്പോഴാണ് നമുക്ക് എന്ത് മനസ്സിലായത്? പാർട്ടിക്കിൾസ് ഓഫ് വാട്ടർ ആൻഡ് പാർട്ടിക്കിൾസ് ഓഫ് ഇങ്ക് ആർ മൂവിങ് അല്ലെ. അവര് മൂവ് ചെയ്തോണ്ടല്ലേ അവര് മിക്സ് ആയത്. നമ്മൾ പോയി എന്തെങ്കിലും ചെയ്തു കൊടുത്തോ? നമ്മളൊന്നും ചെയ്തു കൊടുത്തില്ല അല്ലെ. അവര് തന്നെ മൂവ് ചെയ്തു, അവര് തന്നെ മിക്സ് ആയി. സോ ദ പാർട്ടിക്കിൾസ് ഓഫ് വാട്ടർ ആൻഡ് ദ പാർട്ടിക്കിൾസ് ഓഫ് ഇങ്ക് എന്ത് ചെയ്തു? മൂവ് ചെയ്തു. ആൻഡ് അവര് ഒരു യൂണിഫോം സൊല്യൂഷൻ കിട്ടി, ഒരു ഈവൻ സൊല്യൂഷൻ കിട്ടി. നമ്മൾ അതിനെ ഒന്നും ചെയ്തില്ല. നമ്മൾ അൺഡിസ്റ്റർബ്ഡ് ആയിട്ട് ഈ ഇങ്കിനെയും വാട്ടറിനെയും മിക്സ് ചെയ്യാൻ അനുവദിച്ചു. ആൻഡ് നമുക്ക് എന്ത് മനസ്സിലായി? ദ പാർട്ടിക്കിൾസ് ആർ കണ്ടിന്യൂസ്ലി മൂവിംഗ് എന്ന് മനസ്സിലായി അല്ലെ. മാറ്റർ ഉണ്ടാക്കിയിരിക്കുന്നത് പാർട്ടിക്കിൾസ് കൊണ്ടാണ്. പാർട്ടിക്കിൾസ് വളരെ ചെറുതാണ്. പാർട്ടിക്കിൾസിന്റെ ഇടയിൽ സ്പേസ് ഉണ്ട്. ആൻഡ് ദ പാർട്ടിക്കിൾസ് ആർ കണ്ടിന്യൂസ്ലി മൂവിങ്. പാർട്ടിക്കിൾസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? വെറുതെ ഇരിക്കുകയാണോ? നമ്മളെ പോലെ ചുമ്മാ ഇരിക്കുകയാണോ? അല്ല. ദ പാർട്ടിക്കിൾസ് ആർ കണ്ടിന്യൂസ്ലി മൂവിങ്. പാർട്ടിക്കിൾസ് എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? മൂവ് ചെയ്തേ ഇരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു എക്സ്പെരിമെന്റ് ചെയ്തതാണ് ഇങ്ക് ആൻഡ് വാട്ടർ എക്സ്പെരിമെന്റ് അല്ലെ. ഇങ്കും വെള്ളവും ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു ബീക്കറിൽ യൂണിഫോം ഇട്ടാന്നൊക്കെയാ പറയുന്നത് അല്ലെ. യൂണിഫോം ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് കിട്ടുകയാണ്. ഓക്കെ, അപ്പം നമ്മള് പുതിയൊരു ടേം പഠിക്കാൻ പോവാണ്. ഇവിടെ പുതിയൊരു ടേം പഠിക്കാൻ പോവാണ് മക്കളെ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ വാക്ക്? കേട്ടിട്ടുണ്ടോ ഈ വേർഡ്? ഡിഫ്യൂഷൻ. എന്താ പഠിക്കുന്ന? ഡിഫ്യൂഷൻ. എന്താ? ഡിഫ്യൂഷൻ. ഡിഫ്യൂഷൻ എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ബയോളജിയിൽ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. ഡിഫ്യൂഷൻ കേട്ടിട്ടുണ്ടോ? സെയിം കോൺസെപ്റ്റ് തന്നെയാണ് പറയുന്നത്. പക്ഷെ എന്താ സിറ്റുവേഷൻസ് നിങ്ങൾ പഠിക്കുന്ന എക്സാമ്പിൾസ് ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. അത് അവിടെ വരുമ്പോൾ ബയോളജീന്റെ ടേമിലുള്ള എക്സാമ്പിൾസ് ഒക്കെ ആയിരിക്കും പഠിക്കുന്നുണ്ടാവുക. നമ്മളിവിടെ കെമിസ്ട്രി ആണ് പഠിക്കാൻ പോകുന്നത്. സോ ഡിഫ്യൂഷൻ. അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ അതിനനുസരിച്ചായിരിക്കും അല്ലെ, നിങ്ങൾക്ക് സെഷൻസ് ആയിട്ടായിരിക്കും അല്ലെ. ബയോളജി വേറെ, കെമിസ്ട്രി വേറെ ഒക്കെ അല്ലേ വരിക. നോക്കിയിട്ട് നിങ്ങൾ ആ ഒരു ഏതാണ് ഉചിതമായ സിറ്റുവേഷൻ നോക്കിയിട്ട് വേണം നിങ്ങൾ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഡിഫ്യൂഷനിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട വാക്കാണിത്, ഇന്റർമിക്സിംഗ് ഓഫ് പാർട്ടിക്കിൾസ്. എന്താ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ? എന്താ? ഇന്റർമിക്സിംഗ് ഓഫ് പാർട്ടിക്കിൾസ്. ഇപ്പം വെള്ളവും ഇങ്കും എന്താ സംഭവിച്ചത്? ഇന്റർമിക്സ് ആയില്ലേ. രണ്ടും കൂടെ എന്ത് ചെയ്തു? കൂടിക്കലർന്നല്ലേ. വെള്ളവും ഇങ്കും ഇന്റർമിക്സ് ആയില്ലേ. അങ്ങനെ ഇന്റർമിക്സ് അവര് നമ്മൾ പോയിട്ട് കൂട്ടിക്കലർത്തിയതാണോ? അല്ല അല്ലെ. ദേറോൺ ആയിട്ടാണല്ലേ അവർ ഇന്റർമിക്സ് ചെയ്തത്. നമ്മൾ അവരെന്ത് ചെയ്തു? അൺഡിസ്റ്റർബ്ഡ് ആയിട്ട് അവരെന്ത് ചെയ്തു? അവർക്ക് ഒരു പ്രൈവസി കൊടുത്ത് അവരെ മിണ്ടാതെ ഒരു സൈഡിലേക്ക് വെച്ചല്ലേ. നമ്മളൊന്നും ചെയ്തില്ല, നമ്മൾ അവരെ കെപ്റ്റ് അൺഡിസ്റ്റർബ്ഡ് അല്ലെ. നമ്മൾ എന്ത് ചെയ്തു? അവരെ അൺഡിസ്റ്റർബ്ഡ് ആയിട്ട് വെക്കുക ചെയ്തത്. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്തു? അവരെ ജസ്റ്റ് ആ ഒരു ഇങ്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ മിണ്ടാതെ ഇരുന്നല്ലേ. അതുപോലെയാണ് ഇവിടെയും നടക്കുന്നത്. ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർമിക്സിംഗ് ഓഫ് പാർട്ടിക്കിൾസ്. ആ വേർഡ് നിങ്ങൾ മറക്കാൻ പാടില്ല കേട്ടോ. അതാണ് ഡിഫ്യൂഷന്റെ ഇമ്പോർട്ടന്റ് ടേം എന്ന് പറയുന്നത്. ഇന്റർമിക്സിംഗ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് ടു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാറ്റർ ഓൺ their own. ഈ വേർഡും കൂടി നിങ്ങൾ ഓർത്തോ. their own ആയിട്ട് ഇന്റർമിക്സിംഗ് ഓഫ് പാർട്ടിക്കിൾസ്. രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള വാട്ടറും ഇങ്കും നിങ്ങൾ കണ്ടില്ലേ. ഇന്റർമിക്സിംഗ് ചെയ്തത്. സോ ഇന്റർമിക്സിംഗ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് ടു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാറ്റർ. രണ്ട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മാറ്ററിന്റെ ഇന്റർമിക്സിംഗ് ഓഫ് their own അല്ലെ. അവര് തന്നെ ഒറ്റയ്ക്ക് എന്ത് ചെയ്യുന്നതാണ്? ഇന്റർമിക്സ് ചെയ്യുന്നതാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഡിഫ്യൂഷൻ എന്ന് പറയാ. ഇന്റർമിക്സിംഗ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് ടു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാറ്റർ ഓൺ their own is known as diffusion. They do so by getting into the spaces between the particles. എങ്ങനെയാ അവര് ഇന്റർമിക്സ് ചെയ്തത്? വെള്ളത്തിന്റെ ഇടയിൽ എന്തുണ്ടായിരുന്നു? സ്പേസ് ഉണ്ടായിരുന്നു അല്ലെ. വാട്ടർ മോളിക്യൂൾസിന്റെ ഇടയിൽ
ഇങ്ങനെയാ വാട്ടർ മോളിക്യൂൾ ഉണ്ടാവുക. അതിന്റെ ഇടയിൽ കുറച്ച് സ്പേസ് ഉണ്ടാവും അല്ലെ, ഈ ഡോട്ടഡ് ആയിട്ട് കിടക്കുന്നതാണ് അതിന്റെ സ്പേസ്. ആ സ്പേസിൽ പോയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇങ്കിന്റെ പാർട്ടിക്കിൾ പോയി നിൽക്കുന്നത് അല്ലെ. വേറൊരു മാറ്ററിന്റെ പാർട്ടിക്കിള് അതിന്റെ ഇടയിലുള്ള സ്പേസിൽ പോയിട്ട് നിൽക്കുക ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, ഡിഫ്യൂഷൻ സംഭവിക്കുന്നത് അല്ലെ. They do so by getting into the spaces between the particle. അപ്പൊ ഞാൻ എന്ത് ചെയ്തു എന്നറിയോ, ടെമ്പറേച്ചർ കുറച്ച് കൂട്ടി. ഇതിന് ഞാൻ കുറച്ചും കൂടി എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. നമ്മള് എക്സാമ്പിൾ പറയാം. നമ്മള് രാവിലെ വേണ്ട, ഉച്ചക്ക് കിച്ചണില് ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്. എന്താ ഉണ്ടാക്കുന്നത്, ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത് ഞാൻ കിച്ചണിൽ പോയി നിന്നിട്ടാണോ? അല്ല അല്ലേ. എനിക്ക് പുറത്ത് കൊനായിൽ ഇരുന്നിട്ട് അല്ലെങ്കിൽ സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് ഞാൻ ചുമ്മാ നിൽക്കുകയാണെങ്കിൽ പോലും എനിക്ക് എന്ത് കിട്ടും, എനിക്ക് എന്ത് മനസ്സിലാവും? ആ അകത്ത് ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് എന്ന് മനസ്സിലാവും. എങ്ങനെയാ എനിക്കത് മനസ്സിലാവുന്നത്? അല്ലെങ്കിൽ ഈവൻ നമ്മുടെ നെയ്ബർഹുഡിന് മനസ്സിലാവും എന്ത്, അപ്പുറത്തെ വീട്ടിൽ നിന്ന് ബിരിയാണിയാ, അവിടെ നിന്ന് ബിരിയാണിയാ. എന്തുകൊണ്ടാ, എങ്ങനെയാ മനസ്സിലാവുന്നത്? ബിരിയാണിക്ക് സ്മെല്ല് തരുന്ന പാർട്ടിക്കിൾ എന്ത് ചെയ്യും, എയറിൽ വന്നിട്ട് എന്ത് കിട്ടും, എന്റെ നോസിലേക്ക് കിട്ടുകയാണ് അല്ലെ. എനിക്ക് ബിരിയാണിന്റെ അതിന് സ്മെല്ല് കൊടുക്കുന്ന പാർട്ടിക്കിള് എയറിലെ പാർട്ടിക്കിളിന്റെ ഇടയിലുള്ള സ്പേസിൽ കയറി ഒളിച്ചിട്ട് എന്റെ മൂക്കിലേക്ക് വന്നിട്ട് പറയാ എന്നോട്, ഇന്ന് ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് എന്നല്ലേ. രാവിലെ തന്നെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് തന്നെ, ഉച്ച സമയമാകുമ്പോ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ കിച്ചണിൽ പോവാതെ എനിക്ക് മനസ്സിലായി. അതിന്റെ സ്മെല്ല് കൊണ്ട് മാത്രം എനിക്ക് എന്ത് ചെയ്ത് മനസ്സിലായി, അകത്ത് ബിരിയാണി ഉണ്ടാക്കുന്നു എനിക്ക് മനസ്സിലായി. ആൻഡ് രാത്രിയായി ഉച്ചയ്ക്ക് വെച്ച ബിരിയാണി അവിടെ തന്നെ ഉണ്ട്. എനിക്ക് മനസ്സിലാവോ ഇന്ന് അകത്ത് ബിരിയാണി ബാക്കി ഉണ്ടെന്ന് കൊനാലിരുന്ന് എനിക്ക് മനസ്സിലാവോ? ഇല്ല അല്ലെ. അകത്ത് പോയി ഇത് അടപ്പൊക്കെ ഒന്ന് തുറന്നാലേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇന്ന് ബിരിയാണി കുറച്ച് ബാക്കി ഇരിപ്പുണ്ട്, അപ്പൊ രാത്രി ബിരിയാണി ഇനിയായിരിക്കും. എനിക്ക് എങ്ങനെയാ മനസ്സിലാവുക? അകത്ത് തണുത്തതിന് ശേഷം എന്ത് ചെയ്യുന്നില്ല, എനിക്ക് ആ സ്മെല്ല് കിട്ടുന്നില്ല. എഗെയിൻ അമ്മ വിചാരിക്കുക ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ സാധനല്ലേ, ചീത്തയാവണ്ട, ഒന്ന് രാത്രിയും കൂടി എന്ത് ചെയ്യാം, ഒന്ന് ചൂടാക്കി കളയാം എന്ന് വിചാരിച്ചു. ഒന്നും കൂടി അതെടുത്ത് ഹീറ്റ് ചെയ്യുമ്പോ എന്ത് സംഭവിക്കും, അപ്പൊ എനിക്ക് നൈറ്റിലും കിട്ടും എന്ത് സ്മെല്ല്. ബിരിയാണി പിന്നെ എടുത്ത് ചൂടാക്കുന്നുണ്ട് അല്ലെ. ബിരിയാണി പിന്നെ എടുത്ത് ചൂടാക്കുന്നുണ്ട്. അതെനിക്ക് കിച്ചണിൽ പോകേണ്ട ആവശ്യമില്ല. എനിക്ക് ആ സ്മെല്ല് കിട്ടുമ്പോൾ തന്നെ മനസ്സിലാവും എന്ത് ചെയ്യുന്നുണ്ട്, ബിരിയാണി പിന്നെയും ചൂടാക്കുന്നുണ്ടെന്ന്. അപ്പൊ എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? ടെമ്പറേച്ചർ കൂടുമ്പോൾ, ഹീറ്റ് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ അതിന്റെ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഡിഫ്യൂഷൻ കൂടുന്നില്ലേ? അവിടെ എയറും സ്മെല്ല് കൊടുക്കുന്ന ഫുഡിലെ പാർട്ടിക്കിൾസും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഇന്റർമിക്സിങ് നടക്കുന്നുണ്ട്. എപ്പം ടെമ്പറേച്ചർ കൂടുമ്പോ അല്ലെ. ടെമ്പറേച്ചർ കൂടുമ്പം അപ്പം ഇന്റർമിക്സിങ് നടന്നു കഴിഞ്ഞാൽ അവിടെ എന്താ നടക്കുന്നത്, അവിടെ എന്ത് നടക്കും മക്കളെ, ഡിഫ്യൂഷൻ നടക്കും അല്ലെ. ഡിഫ്യൂഷൻ നടക്കും. So smell of hot sizzling food reaches you several meters away, but to get the smell from cold food you have to go close. ബിരിയാണി തണുത്തു പോയാൽ എനിക്ക് അടുത്ത് പോയാൽ മാത്രമേ ബിരിയാണിന്റെ സ്മെല്ല് കിട്ടുള്ളൂ. ബിരിയാണി ചൂടാക്കുന്നുണ്ടെങ്കിൽ എത്ര ദൂരത്തെങ്കിലും, ഇപ്പൊ സിറ്റ് ഔട്ടിൽ ഇരുന്നാലും നെയ്ബർഹുഡിലെ വീട്ടിലുള്ള ആൾക്കാർക്ക് പോലും എന്ത് മനസ്സിലാവും, അകത്ത് ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് എന്ന് മനസ്സിലാവും. അതെന്തുകൊണ്ടാ? ടെമ്പറേച്ചർ കൂടുമ്പം ഡിഫ്യൂഷൻ കൂടുമ്പോൾ ഡിഫ്യൂഷൻ മീൻസ് ഇന്റർമിക്സിങ് ഓഫ് പാർട്ടിക്കിൾസ് അല്ലെ. ഡിഫ്യൂഷൻ കൂടുമ്പോൾ എന്ത് മനസ്സിലാവും, സ്മെല്ല് മിക്സിങ് നടക്കുന്നുണ്ട് അല്ലെ. ആൻഡ് ഡിഫ്യൂഷൻ കൂടുമ്പോഴാണ്, ടെമ്പറേച്ചർ കൂടുമ്പോഴാണ് ഡിഫ്യൂഷൻ കൂടുന്നത്. ഡിഫ്യൂഷൻ കൂടുന്നുണ്ടെങ്കിൽ ഞാൻ പറയും ടെമ്പറേച്ചർ കൂടുമ്പം കൈനറ്റിക് എനർജി കൂടുന്നു. എന്താ കൂടുന്നേ? കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്താ? കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സാധനം മൂവ് ചെയ്യുമ്പം മൂവ്മെന്റിന് കിട്ടുന്ന എനർജിയാണ് എന്ത്? മൂവ്മെന്റിൽ കിട്ടുന്ന പൊസിഷനിൽ വ്യത്യാസം വരുമ്പം അല്ലെങ്കിൽ മൂവ് ചെയ്യുമ്പോൾ കിട്ടുന്ന എനർജിയാണ് എന്ത്? കൈനറ്റിക് എനർജി അല്ലെ. അപ്പൊ മൂവ്മെന്റ് കാണിക്കാൻ എന്ത് ഡിനോട്ട് ചെയ്യുക? കൈനറ്റിക് എനർജി ഡിനോട്ട് ചെയ്യുക. അപ്പം ടെമ്പറേച്ചർ കൂടുന്നുണ്ടെങ്കിൽ എന്ത് കൂടുന്നുണ്ട്? കൈനറ്റിക് എനർജി കൂടുന്നുണ്ട്. അപ്പൊ കൈനറ്റിക് എനർജി കൂടുമ്പോ എന്ത് സംഭവിക്കും? വായു എയർ എന്ത് ചെയ്യും? ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യും അല്ലെ. അപ്പൊ ഫാസ്റ്റ് ആയിട്ട് എനിക്ക് കിട്ടും. ടെമ്പറേച്ചർ കൂടുമ്പോൾ
ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്തിട്ട് ഈ ഫുഡ് പാർട്ടിക്കിള് എന്റെ അടുത്തെത്തും. അപ്പം അതിന് എന്ത് ചെയ്യുന്നുണ്ട്? കൈനറ്റിക് എനർജിയും കൂടെ കൂടുന്നുണ്ട്. സോ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ കൂടുന്നുണ്ട്. ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫ്യൂഷൻ ബിക്കം ഫാസ്റ്റർ. അതുകൊണ്ടാണ് ഞാൻ ബിരിയാണിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞത്. ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഡിഫ്യൂഷൻ കൂടും. അപ്പൊ ദൂരെ ഇരുന്നാൽ പോലും എനിക്ക് എന്ത് മനസ്സിലാവും? അകത്ത് ബിരിയാണി ഉണ്ടാക്കുന്നുണ്ടെന്ന് മനസ്സിലാവും. ഓക്കെ, this is because hot sizzling food particles have high kinetic energy. ഹൈ കൈനറ്റിക് എനർജി ഉള്ളത് കൊണ്ട് തന്നെ ഡിഫ്യൂഷൻ കൂടുതലാവും. പറഞ്ഞില്ലേ ഞാന്? which allows them to diffuse quickly in the air and travel a distance of several meter. Cold food particles have എന്ത് മക്കളെ? കുറച്ച് കൈനറ്റിക് എനർജിയേ ഉള്ളൂ, ലോ കൈനറ്റിക് എനർജി. ഹീറ്റ് കൂടുമ്പം, ടെമ്പറേച്ചർ കൂടുമ്പോൾ കൈനറ്റിക് എനർജി കൂടും, ഡിഫ്യൂഷൻ കൂടും. ആൻഡ് ടെമ്പറേച്ചർ കുറയുമ്പം കൈനറ്റിക് എനർജി കുറയും ആൻഡ് cannot travel a distance of several meter. അപ്പം എന്താണ്? ഡിഫ്യൂഷൻ കുറയും. അപ്പൊ ഞാനിപ്പോ എന്താ പറഞ്ഞത്? ടെമ്പറേച്ചർ കൂടുമ്പം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഓർ ടെമ്പറേച്ചർ കൂടിയാൽ എന്ത് സംഭവിക്കും? കൈനറ്റിക് എനർജി കൂടും അല്ലേ? ആൻഡ് കൈനറ്റിക് എനർജി കൂടിക്കഴിഞ്ഞാല് ഡിഫ്യൂഷൻ കൂടും അല്ലേ? ടെമ്പറേച്ചർ കൂടുമ്പം കൈനറ്റിക് എനർജി കൂടും. കൈനറ്റിക് എനർജി കൂടി കഴിഞ്ഞു കഴിഞ്ഞാല് ഡിഫ്യൂഷൻ കൂടും. ക്ലിയർ അല്ലേ മക്കളെ? ആൻഡ് ഓൾസോ ഈ ഫുഡിന്റെ സ്മെൽ എത്തുന്നത് മാത്രമല്ല, ഞാനിപ്പോ റൂമിൽ ഒരു സ്പ്രേ അടിച്ചു, പെർഫ്യൂം അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് റൂം മൊത്തം സ്പ്രെഡ് ആവും അല്ലെ? അതിന്റെ സ്മെല്ല്. പെർഫ്യൂമിന്റെ ബോട്ടിൽ തുറന്നു കഴിഞ്ഞാൽ തന്നെ റൂം മൊത്തം സ്മെല്ല് സ്പ്രെഡ് ആവും. എന്തുകൊണ്ടാ? പെർഫ്യൂമിന്റെ സ്മെല്ല് കൊടുക്കുന്ന പാർട്ടിക്കിൾസ് ഉണ്ട് അല്ലെ? ഇതിനകത്ത് എന്തുണ്ട്? പാർട്ടിക്കിൾസ് ഉണ്ട്. ആൻഡ് പാർട്ടിക്കിൾസ് ഉണ്ട് അല്ലെ? ഈ പാർട്ടിക്കിൾസ് എയറിന്റെ പാർട്ടിക്കിൾസിന്റെ ഇടയിൽ എന്തുണ്ട്? സ്പേസ് ഉണ്ട് അല്ലെ? സ്പേസ് ഉണ്ട് അല്ലെ? ആ സ്പേസിൽ കയറിയിട്ട് ബേറോണായിട്ട് ഫ്രീ ട്രാൻസ്പോർട്ടേഷൻ ആണല്ലേ? ഒന്നും ചെയ്യണ്ട, അവരെന്ത് ചെയ്യാണ്? ഇന്റർമിക്സ് ചെയ്തിട്ട് എന്ത് സംഭവിക്കുകയാണ് മക്കളെ? ഡിഫ്യൂഷൻ നടക്കുകയാണ്. ഡിഫ്യൂഷൻ നടക്കുമ്പോൾ എന്ത് മനസ്സിലാവും? നമുക്ക് സ്മെല് ചെയ്യാൻ മനസ്സിലാവും അല്ലെ? ഇന്റർമിക്സിങ് നടന്നു. ഞാൻ പോയിട്ട് സ്പ്രേനെ ഈ പെർഫ്യൂമിന്റെ പാർട്ടിക്കിൾസിനെ ഞാൻ പോയിട്ട് എയറുമായിട്ട് മിക്സ് ചെയ്തല്ല, അവർ തന്നെ ആയിട്ട് ഇന്റർമിക്സിങ് ഓഫ് പാർട്ടിക്കിൾസ് നടന്നു. അവിടെ ഡിഫ്യൂഷൻ നടന്നു. നമുക്ക് മനസ്സിലായി റൂമില് പെർഫ്യൂം അടിച്ചിട്ടുണ്ട്, പെർഫ്യൂമിന്റെ സ്മെല്ല് വരുന്നുണ്ട് അല്ലെ? ഓൾസോ ചന്ദനത്തിരി കത്തിച്ചാലും ഇതറിയില്ലേ നിങ്ങൾക്ക്? ചന്ദനത്തിരി സാമ്പ്രാണി എന്നൊക്കെ പറയും അല്ലെ? സാമ്പ്രാണി, ചന്ദനത്തിരി. ഈ ചന്ദനത്തിരി കത്തിച്ചു കഴിഞ്ഞാലും എന്താണ്? റൂം മൊത്തം എന്ത് കിട്ടും? സ്മെല്ല് കിട്ടും അല്ലെ? എന്തുകൊണ്ടാ? ടെമ്പറേച്ചർ ഇൻക്രീസസ് കൈനറ്റിക് എനർജി ആൻഡ് ഓൾസോ ദസ് ഡിഫ്യൂഷൻ ഓൾസോ ഇൻക്രീസസ് അല്ലെ? ടെമ്പറേച്ചർ കൂടുമ്പോൾ കൈനറ്റിക് എനർജി കൂടും, ഡിഫ്യൂഷൻ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ എന്ത് ചെയ്യും? കൂടുന്നുണ്ടാവുമായിരിക്കും. സോ ദീസ് ആർ ദി എക്സാമ്പിൾ ഓഫ് എന്താ? എക്സാമ്പിൾസ് ഓഫ് ഡിഫ്യൂഷൻ. We can get the smell of perfume sitting several meters away because perfume contain volatile solvent. Volatile എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മക്കളെ? volatile ഇവോപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനത്തിനാണ് നമ്മൾ വോളറ്റൈൽ എന്ന് പറയാം. അപ്പൊ വോളറ്റൈൽ ആയിട്ടുള്ള സോൾവെന്റ് ഉള്ളത് കൊണ്ടാണ് പെർഫ്യൂമിനകത്ത് ആൻഡ് ഡിഫ്യൂസ് ഫാസ്റ്റർ ആൻഡ് ക്യാൻ റീച്ച് പീപ്പിൾ സിറ്റിംഗ് സെവറൽ മീറ്റേഴ്സ് എവേ. അപ്പൊ ദൂരെ ഇരിക്കുന്ന ആൾക്കാർക്ക് എന്ത് മനസ്സിലാവും? പെർഫ്യൂമിന്റെ സ്മെല്ല് വരുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് മനസ്സിലാവുന്നത്? അവിടെ ഡിഫ്യൂഷൻ സംഭവിക്കുന്നത് കൊണ്ടാണ് ദൂരെ ഇരിക്കുന്ന ആൾക്കാർക്കും പെർഫ്യൂമിന്റെ സ്മെല്ല് കിട്ടാൻ പറ്റുന്നത് അല്ലെ? കിട്ടാൻ പറ്റുന്നതല്ല, കിട്ടുന്നത്. മൂന്നാമത് നമ്മൾ പറഞ്ഞു. അപ്പൊ നമ്മള് എന്തൊക്കെ പ്രൂവ് ചെയ്തു മക്കളെ? എന്തൊക്കെ പ്രൂവ് ചെയ്തു? പാർട്ടിക്കിൾസിന്റെ എന്തൊക്കെ ഫീച്ചേഴ്സ് പ്രൂവ് ചെയ്തു? പാർട്ടിക്കിൾസിന്റെ ഇടയിൽ സ്പേസ് ഉണ്ടെന്ന് മനസ്സിലാക്കി. ആൻഡ് എന്ത് മനസ്സിലാക്കി? പാർട്ടിക്കിൾസിന്റെ ഇടയിൽ സ്പേസ് ഉണ്ടെന്ന് മനസ്സിലാക്കി. ആൻഡ് പാർട്ടിക്കിൾസിന് ഡിഫ്യൂഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കി. എന്തുകൊണ്ടാ? ഇന്റർമിക്സിംഗ് നടന്നല്ലേ? എന്തുകൊണ്ടാ അത്? ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് പാർട്ടിക്കിൾസ് പരസ്പരം അട്രാക്ട് ചെയ്യുന്നു എന്നാണ്. പ്രൂവ് ചെയ്യേണ്ടത്. എങ്ങനെയാ നമുക്കത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്പെരിമെന്റ്സ് ആണ്
അടുത്തത് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള എക്സ്പെരിമെന്റ് ആണ് ചെയ്യാനുള്ളത്. ഞാൻ എന്തൊക്കെ സാധനങ്ങൾ എടുത്തിട്ടുള്ളത് നോക്കിയ ബോർഡിലേക്ക് എന്തൊക്കെയാ എടുത്തിട്ടുള്ളത്? ഇത് നെയിലാണ് മക്കളെ, നിങ്ങൾ കാണുന്നുണ്ടോ? ഇത് ഒരു നെയിൽ ഉണ്ട് കേട്ടോ ഇവിടെ, ആണി നെയിലാണ് ഇത്, കാണുന്നുണ്ടോ? കാണുന്നില്ലേ? സോ ഒരു നെയിലുണ്ട്, കുറച്ച് റബ്ബർ ബാൻഡ് എടുത്തിട്ടുണ്ട്, ഒരു ചോക്ക് പീസ് ഇതാ. ഇതിനെ ഞാനൊക്കെ ഹാമർ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പോവാണ്? ഞാൻ ഇതിനെ ക്രഷ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഞാൻ ഇതിനെ പൊട്ടിക്കാൻ പോവാണ് കേട്ടോ. ഇതിനെ പൊട്ടിക്കാൻ പോവാണ്. ഒരു ആണിയുണ്ട്, കുറച്ച് റബ്ബർ ബാൻഡ് ഉണ്ട്, ചോക്ക് പീസ് ഉണ്ട്. ചോക്കിനെ ഇതിനെ മൂന്നിനെ ഞാൻ ഒരു ഹാമർ വെച്ചിട്ട് പൊട്ടിക്കാൻ പോവാണ് അല്ലെ, പൊട്ടിക്കാൻ പോവാണ്. സോ നിങ്ങൾക്ക് എന്തായിരിക്കും തോന്നുന്നുണ്ടാവാ? എനിക്ക് ഭയങ്കര എളുപ്പമായിരിക്കും ആണി പൊട്ടിക്കാനാണോ, റബ്ബർ ബാൻഡ് പൊട്ടിക്കാനാണോ, ചോക്ക് പീസ് പൊട്ടിക്കാനാണോ എനിക്ക് ഏറ്റവും എളുപ്പം ഉണ്ടാവുക? ഏത് പൊട്ടിക്കാനാ? ചോക്ക് പീസ് പൊട്ടിക്കാനാന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ. ചോക്ക് ജസ്റ്റ് ഒന്ന് കയ്യിൽ നിന്ന് താഴെ വീണാൽ പോലും എന്താവുന്നുണ്ട്? 2 പീസസ് ആവുന്നുണ്ട് അല്ലെ. പിന്നെയാണോ നമ്മൾ ഹാമർ വെച്ചിട്ട് പൊട്ടിക്കുന്നത് അല്ലെ. ഈസി ആയിട്ട് പൊട്ടിക്കാൻ പറ്റും അല്ലേ. ആൻഡ് അതിനേക്കാളും കുറച്ച് എഫേർട്ട്, കുറച്ചും കൂടി എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ആരെ പൊട്ടിക്കാൻ പറ്റും? റബ്ബർ ബാൻഡിനെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പറ്റും അല്ലേ. ആൻഡ് കുറച്ചും കൂടി അധികം എക്സ്ട്രാ എഫേർട്ട് ഇട്ട് എനിക്ക് ആരെ പൊട്ടിക്കാൻ പറ്റും? നെയിലിനെ പൊട്ടിക്കാൻ വേണ്ടി പറ്റും. അത് നിങ്ങൾക്ക് ക്ലിയർ ആണോ മക്കളെ? ചോക്ക് പീസിനെ എനിക്ക് സിമ്പിൾ ആയിട്ട് പൊട്ടിക്കാൻ പറ്റും. റബ്ബർ ബാൻഡിനെ കുറച്ചും കൂടി എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ, കുറച്ചും കൂടി ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് പൊട്ടിക്കാൻ പറ്റും. ആൻഡ് ഓൾസോ ഈ നെയില് എനിക്ക് ഭയങ്കരമായിട്ടുള്ള എഫേർട്ട് ഇട്ടാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. സോ അതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് എക്സ്പെരിമെന്റ്. ടേക്ക് ആൻ അയൺ നെയിൽ, എ പീസ് ഓഫ് ചോക്ക് ആൻഡ് എ റബ്ബർ ബാൻഡ്. ട്രൈ ബ്രേക്കിംഗ് ദം ബൈ ഹാമറിംഗ്, കട്ടിംഗ് ഓർ സ്ട്രെച്ചിങ്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഇറ്റ് ഈസ് ഈസിയർ ടു ബ്രേക്ക് ദ ചോക്ക് നമ്മൾ പെട്ടെന്ന് പൊട്ടിച്ചല്ലേ. ലെസ് ഈസി ടു ബ്രേക്ക് ദ റബ്ബർ ബാൻഡ്, കുറച്ചും കൂടി പാടുപെട്ടല്ലേ. ആൻഡ് ഡിഫിക്കൽട്ട് ടു ബ്രേക്ക് ദി അയൺ നെയിൽ, നമുക്ക് അയൺ നെയിൽ പൊട്ടിക്കാൻ എന്താണ്? ഭയങ്കര പാടാണ് അല്ലെ. സോ എന്തുകൊണ്ടാ മക്കളെ ഇത് അങ്ങനെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാ എല്ലാ പാർട്ടിക്കിൾസും, ഇത് എടുത്തിരിക്കുന്ന 3 എന്താണ്? മാറ്റർ ആണല്ലേ. ഈ മാറ്ററിലെ എല്ലാ പാർട്ടിക്കിൾസും എന്താണ്? പരസ്പരം എന്താവുന്നുണ്ട്? അട്രാക്ട് ചെയ്യുന്നുണ്ട്. ആ അട്രാക്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെ. എല്ലാരും ഭയങ്കര സ്ട്രോങ് ആയിട്ട് എന്ത് ചെയ്യാണ്? അട്രാക്ട് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ദാറ്റ് ചോക്കിലുള്ള അട്രാക്ഷൻ അല്ല എന്തിൽ കാണിച്ചത് മക്കളെ? നെയില് കാണിച്ചത് അല്ലെ. സോ ചോക്ക് ഉണ്ട്, റബ്ബർ ബാൻഡ് ഉണ്ട്, നെയിലുണ്ട്. ചോക്ക്, റബ്ബർ ബാൻഡ്, നെയിലുണ്ട്. ഞാൻ അട്രാക്ഷൻ പറയാണ്. അട്രാക്ഷന്റെ ഓർഡർ പറയാം. അട്രാക്ഷൻ ഏറ്റവും കൂടുതൽ സ്നേഹത്തോടെ അട്രാക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാരെ നമുക്ക് പിരിക്കാൻ പറ്റുമോ? ഏറ്റവും ഭയങ്കര സ്നേഹത്തോടെയുള്ള ആൾക്കാരെ, ഭയങ്കര അട്രാക്റ്റഡ് ആയിട്ട് ഇരിക്കുന്ന ആൾക്കാരെ നമുക്ക് പിരിക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ. ഭയങ്കര സ്നേഹത്തിലവര്, ഭയങ്കര അട്രാക്ഷനിലവര്. സോ എന്താണ്? നെയിലിന് ഭയങ്കര അട്രാക്ഷൻ കൂടുതലാണ്. സോ നമ്മൾ എന്ത് ചെയ്യേണ്ടി വന്നു? ഒരുപാട് എഫേർട്ട് ഇടേണ്ടി വന്നു, ഒരുപാട് ഫോഴ്സ് കൊടുക്കേണ്ടി വന്നു അല്ലെ. എന്തുകൊണ്ടാ? നെയിലിലെ പാർട്ടിക്കിൾസ് ഭയങ്കര അട്രാക്ഷനിലാണ് ഇരിക്കുന്നത്. സോ നമുക്ക് എക്സ്ട്രാ എഫേർട്ട് ഇട്ടാൽ മാത്രമേ നെയിലിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. സോ അട്രാക്ഷൻ ഏറ്റവും കൂടുതൽ ആർക്കാണ് മക്കളെ? നെയിലിനാണ് അല്ലെ. നെയിലിന് ഭയങ്കര അട്രാക്ഷൻ. ചോക്ക് പീസിന് ഏറ്റവും ലെസ്സാ അല്ലെ. നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുമ്പോഴത്തേക്ക്, ഹാമർ കൊണ്ട് ജസ്റ്റ് ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് ചോക്ക് പീസസ് ആവുന്നുണ്ട്. അവരുടെ ഇടയിലും അട്രാക്ഷൻ ഉണ്ട്. അട്രാക്ഷൻ ഉള്ളത് കൊണ്ടാണ് അത് ചോക്ക് പീസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ആ അട്രാക്ഷൻ നെയിലിനേക്കാളും കുറവാണ്, റബ്ബർ ബാൻഡിനേക്കാളും കുറവാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് ജസ്റ്റ് ഒരു ഫോഴ്സ് കൊടുത്തപ്പോ തന്നെ എന്ത് ചെയ്യാൻ പറ്റി? അതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റി. സോ ഏറ്റവും ലീസ്റ്റ് അട്രാക്ഷൻ ആർക്കാണ്? ചോക്കിനാണ്. ചോക്കിനേക്കാളും കൂടുതൽ അട്രാക്ഷൻ ആർക്കുണ്ട്? റബ്ബർ ബാൻഡിന് ഉണ്ട്. സോ നമുക്ക് കൊടുക്കേണ്ട ഫോഴ്സ് എന്താണ്? ഏറ്റവും കുറവ് ചോക്കിന്, റബ്ബർ ബാൻഡിന്. അട്രാക്ഷന്റെ ഓർഡർ ആണ് ഈ എഴുതിയിരിക്കുന്നത്. ആൻഡ് ഏറ്റവും ഫോഴ്സ് കൊടുക്കേണ്ടി വരുന്നത് നെയിലിനാണ്. അതിനേക്കാളും ഈ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് ആണ് നമ്മൾ റബ്ബർ ബാൻഡിന് കൊടുക്കുന്നത്. ആൻഡ് ചോക്കിന് വളരെ കുറച്ച് ഫോഴ്സ് കൊടുത്താൽ മതിയായിരിക്കും. സോ നമുക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ മനസ്സിലായിരിക്കുന്നത്? ഇത്രയും ഫോഴ്സ് ആണ് വേണ്ടതെന്ന്. അത് അട്രാക്ഷന്റെ ബേസിസിലാണ് നമ്മൾ അങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്നത് അല്ലെ. ദിസ് ഇസ് ബിക്കോസ് ദി പാർട്ടിക്കിൾസ് ഇൻ ദി അയൺ നെയിൽ ആർ ഹെൽഡ് ടുഗദർ വിത്ത് ഗ്രേറ്റർ ഫോഴ്സ് ദാൻ ഇൻ ദി റബ്ബർ ബാൻഡ് ഓർ ചോക്ക്.
റബ്ബർ ബാൻഡിനെയും ചോക്കിനേക്കാളും കൂടുതൽ അട്രാക്റ്റഡ് ആണ് നെയിലിലെ പാർട്ടിക്കിൾ. സോ ആ പാർട്ടിക്കിൾസിന്റെ അട്രാക്ഷൻ ബ്രേക്ക് ചെയ്യാൻ നമുക്ക് എന്ത് വേണം? കൂടുതൽ എഫേർട്ട് ഇടേണ്ടി വരുന്നുണ്ട്. സോ പാർട്ടിക്കിൾസ് ഇൻ എ മാറ്റർ ആർ ഹാവിങ് മ്യൂച്വൽ അട്രാക്ഷൻ അല്ലെ, അവര് അട്രാക്ട് ഈച്ച് അതർ അല്ലേ. അപ്പൊ നമ്മള് പാർട്ടിക്കിൾസിന്റെ 3 ഫീച്ചേഴ്സ് ആണല്ലേ പഠിച്ചത്. എന്താ? പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ഹാവ് സ്പേസ് ബിറ്റ്വീൻ ദം. ദ പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ആർ കണ്ടിന്യൂസ്ലി മൂവിങ്. ദ പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ അട്രാക്ട് ഈച്ച് അതർ. സ്പേസ് ബിറ്റ്വീൻ നമ്മൾ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വാട്ടറിന്റെ അകത്തേക്ക് സോൾട്ട് ഓർ ഷുഗർ ആഡ് ചെയ്തു. ആൻഡ് നമുക്ക് മനസ്സിലായി സോൾട്ടിന്റെ പാർട്ടിക്കിൾസ് വാട്ടറിന്റെ പാർട്ടിക്കിൾസിന്റെ ഇടയിൽ പോയിട്ട് ഒളിച്ചിരിക്കുകയാണ്. സോ അതിന്റെ ലെവല് വ്യത്യാസം വരുന്നില്ല എന്ന്. പിന്നെ അവർ കണ്ടിന്യൂസ്ലി മൂവിങ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്തത്? ഒരു ബീക്കറിന്റെ അകത്തേക്ക് എന്ത് ചെയ്തു? കുറച്ച് ഇങ്ക് സൈഡ് വൈസ് കുറച്ച് ഇങ്ക് ഒഴിച്ചു. നമ്മൾ അൺഡിസ്റ്റർബ്ഡ് ആയിട്ട് വെക്കുക ചെയ്തത്. നമ്മൾ ഒന്നും ചെയ്തില്ല, നമ്മൾ സ്റ്റെർ ചെയ്തില്ല, നമ്മൾ ഊതിക്കൊടുത്തില്ല, നമ്മൾ ഒന്നും ചെയ്തില്ല. ഒന്നും ചെയ്യാതെ തന്നെ എന്ത് ചെയ്തു? ഇങ്കിന്റെ പാർട്ടിക്കിള് വാട്ടറിന്റെ പാർട്ടിക്കിളിന്റെ ഇടയിൽ എന്ത് ചെയ്തു? thereon എന്ത് ചെയ്തു? ഇന്റർമിക്സിംഗ് ഓഫ് പാർട്ടിക്കിൾ നടന്നു. അതിനെ നമ്മൾ ഡിഫ്യൂഷൻ എന്നുള്ള പേര് വിട്ട് വിളിച്ചു അല്ലെ. നമ്മൾ ഡിഫ്യൂഷൻ എന്നൊരു പറയുന്ന ഒരു പുതിയൊരു വേർഡ് പഠിച്ചു, പുതിയൊരു കൺസെപ്റ്റ് പഠിച്ചു. സോ അങ്ങനെ നമ്മള് പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ആർ കണ്ടിന്യൂസ്ലി മൂവിങ് എന്നുള്ള ഒരു പോയിന്റ് പ്രൂഫ് കൊടുത്തു. ആൻഡ് ഓൾസോ നമ്മൾ കുറച്ച് ഡിഫ്യൂഷന്റെ കുറച്ച് എക്സാമ്പിൾസ് പഠിച്ചല്ലേ. എന്തൊക്കെയായിരുന്നു? ബിരിയാണിന്റെ സ്മെല്ല് അല്ലെ, പിന്നെയോ പെർഫ്യൂമിന്റെ സ്മെല്ല് ഒക്കെ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പഠിച്ചു. ആൻഡ് ഫൈനലി നമ്മൾ പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ അട്രാക്ട് ഈച്ച് അതർ എന്ന് പറയുന്ന ഒരു പോയിന്റ്, അതിനൊരു എക്സ്പെരിമെന്റ് ആയിട്ട് നമ്മൾ ഒരു റബ്ബർ ബാൻഡും ചോക്കും നെയിലും എടുത്തു. നമ്മളൊരു ഹാമർ ഉപയോഗിച്ചിട്ട് അതിനെ ബ്രേക്ക് ചെയ്യാൻ നോക്കി. അപ്പോൾ ചോക്ക് പീസിന് നമുക്ക് ലെസ് എനർജി കൊടുത്താൽ മതിയായിരുന്നു, ലെസ് എഫേർട്ട് കൊടുത്താൽ മതിയായിരുന്നു. കാരണം ചോക്ക് പീസിലെ പാർട്ടിക്കിൾസ് മ്യൂച്വലി അട്രാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത് നെയിലിലെ പാർട്ടിക്കിൾസിന്റെ അത്രയും സ്ട്രോങ്ങർ അട്രാക്ഷൻ അല്ല ചോക്ക് പീസിലെ പാർട്ടിക്കിൾസ് തമ്മിലുള്ള അട്രാക്ഷൻ. സോ നമുക്ക് ലെസ് എഫേർട്ട് കൊടുത്ത് നമ്മൾ ചോക്ക് പീസിനെ ബ്രേക്ക് ചെയ്തു. സോ അങ്ങനെ നമ്മൾ പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ അട്രാക്ട് ഈച്ച് അതർ എന്ന് പറയുന്ന തേർഡ് പോയിന്റ് നമ്മൾ പ്രൂഫ് കൊടുത്തു. ഇനി നമ്മള് നേരത്തെ പറഞ്ഞിരിക്കുന്ന 3 സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിലേക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകണം. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, നിങ്ങൾക്ക് ഭയങ്കര ഈസിയാണ് പഠിക്കാൻ. നമുക്ക് നെക്സ്റ്റ് പോർഷൻ നമ്മൾ അതായിരിക്കും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. നിങ്ങൾക്ക് ഇത്രയും ക്ലിയർ അല്ലേ മക്കളെ? ക്ലിയർ ആയില്ലേ? നിങ്ങൾക്ക് സിമ്പിൾ അല്ലേ ഇത്? വായിച്ചു നോക്കണേ നിങ്ങള്. ജസ്റ്റ് വായിച്ചു നോക്കാനൊന്നുമില്ല, സിമ്പിൾ ആണ്. എന്നാലും ജസ്റ്റ് നിങ്ങൾ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കണം, ഓർത്ത് നോക്കണം. നമ്മൾ പാർട്ടിക്കിൾ ഭയങ്കര രസമല്ലേ ഇതൊക്കെ പഠിക്കാൻ?